നമസ്കാരം, ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രേംനസീർ സുഹൃത്തുമതിയുടെ 6ാമത്തെ അവാർഡ് നൈറ്റാണ്. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ പേരിലുള്ള സിനിമ ശ്രേഷ്ഠ അവാർഡ് കിട്ടിയ വലിയ സന്തോഷമുണ്ട്. അതൊരു വലിയ കാര്യമല്ല. ഞാൻ സിനിമ 49 കൊല്ലമായി. ഈ കിട്ടുന്ന അംഗീകാരം വളരെ വലുതാണ്. മാഡം, നമ്മുടെ പ്രേംനസീർ സുഹൃത്തുമതിയുടെ 6ാമത്തെ അവാർഡ് നടക്കുകയാണ്. മാഡത്തിന് എന്ത് അവാർഡ് കിട്ടിയതാണ്? ഈ അവാർഡ് കിട്ടുമ്പോൾ എന്ത് മാത്രം ഫീൽ ചെയ്യുന്നു? മികച്ച ഗായികയ്ക്കുള്ള അവാർഡാണ് കിട്ടിയത്. നീള എന്ന് പറഞ്ഞ ചിത്രത്തിന് ശ്രീ ഇന്ദു സംവിധാനം ചെയ്ത നീള എന്ന് പറഞ്ഞ ഫിലിമില് വിജയ് സാറിന്റെ മ്യൂസിക്കിലുള്ള പകലുമായി എന്ന് പറഞ്ഞ പാട്ടിനാണ് കിട്ടിയത്. ഭയങ്കര സന്തോഷം. കഴിഞ്ഞ വർഷം ഞാൻ പാടിയ പാട്ടുകൾ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഗാനമാണ് നിളയുടെ ഈ പാട്ട്. അപ്പോ ഇത് ഇത്രയും വലിയൊരു അംഗീകാരം തന്നതിന് പ്രേംനസീർ സമിതിക്ക് എന്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. അടുത്ത പ്രോജക്റ്റ് എന്താണ്? അടുത്ത പ്രോജക്റ്റ് ഒരു തെലുഗു ആണ് പാടിയിട്ടുള്ള വിജയ് സാറിന്റെ മ്യൂസിക്കില്. അത് 2 മാസത്തിനുള്ളിൽ ഇറങ്ങും. പിന്നെ ഉല്ലാസ പൂത്തിരികൾ എന്ന് പറഞ്ഞിട്ട് ശ്രീ AB സാൽവിൻ കമ്പോസ് ചെയ്ത ഫിലിമിലൊരു പാട്ട്. എല്ലാവിധ ആശംസകളും മാഡം. താങ്ക് യു. ഒരു കൈലാസത്തിലെ അതിഥി എന്ന ഷോർട്ട് ഫിലിമിന് അവാർഡുകൾ ഇങ്ങനെ വാരിക്കൂട്ടുകയാണ്. എന്നാലും ഒരു ഒരു മേജറിന്റെ പ്രകടനം വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുരസ്കാരങ്ങളെല്ലാം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രേംനസീർ സുഹൃത്തുമതിയുടെ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും മഹാനായ നമ്മുടെ ചലച്ചിത്ര പ്രതിഭയായിരുന്നു ശ്രീ പ്രേംനസീർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഒരു വികാരമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു തലമുറയെ വളരെയധികം, 1-2 തലമുറയെ വളരെയധികം സ്വാധീനിച്ച ഇത്രയും വലിയൊരു നടൻ മലയാള സിനിമയിൽ അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് ഇന്ന് നിൽക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജീവിതത്തേക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രതിഭയുടെ പേരിലുള്ള ഒരു അവാർഡ് അത് എന്നെ തേടി എത്തുമ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് അനിർവചനീയമായ, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമാണ്, അനുഭൂതിയാണ്. ഇത് എന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു നടനാക്കി മാറ്റുകയാണ്. ഈ സിനിമയ്ക്കും ഇതിലെ കഥാപാത്രങ്ങൾക്കും ഇതിലെ മറ്റ് സാങ്കേതിക വിദഗ്ധർക്കും എല്ലാം തന്നെ മറ്റ് അവാർഡുകൾ വളരെയധികം ലഭിച്ചു. സത്യേന്ദ്രന്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അതിനുശേഷം പൂവച്ചൽ ഖാദറിന്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് അവാർഡ് ലഭിക്കുന്നത് ശരിക്കും ഒരു നടനെന്ന രീതിയിൽ, ഒരു കലാകാരനെന്ന നിലയിൽ, ഒരു വളർന്നു വരുന്ന എളിയ കലാകാരനെന്ന നിലയിൽ എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. മാഡം, പിന്നെ നമ്മുടെ ഇപ്പൊ ഒരു മേജർ എന്ന കഥാപാത്രത്തിന്റെ അവാർഡുകൾ വാരിക്കൂട്ടുകയാണ്. ഇത് നേരത്തെ ആകേണ്ടതില്ലേ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ വരേണ്ടതായിരുന്നു. ബട്ട് സ്റ്റിൽ ഇനിയും നന്നായി അഭിനയിക്കാൻ പറ്റട്ടെ. തിരക്കഥാകൃത്ത് ജയകുമാർ സാറിനെ ഈ അവസരത്തിൽ സ്മരിക്കുകയല്ലേ? ഈ അവസരത്തിൽ ഏറ്റവും ആദരവോട് ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ജയകുമാർ IAS. അദ്ദേഹം മലയാളികളായിട്ടുള്ള ആർക്കും തന്നെ ഒരു മുഖവുരയുടെ ആവശ്യമില്ലാതെ അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, കഥാകാരനാണ്. അതിലുപരി ഔദ്യോഗിക രംഗത്ത് വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച, ഇന്നും ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു IAS ഓഫീസർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലുള്ള ഒരു സിനിമയിൽ, അദ്ദേഹത്തിൻ്റെ കഥയിലും തിരക്കഥയിലും ഒക്കെ ഗാനം എഴുതിയിട്ടുള്ള ആ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി എനിക്ക് തന്നിരുന്നു. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഇതിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലെ ഡയറക്ടർ ശ്രീ അജയ് ശിവറാം, അദ്ദേഹം വളരെ അറിയപ്പെടുന്ന കലാകാരന്മാരുടെ ഇടയിൽ നാടകരംഗത്ത്, അതുപോലെ തന്നെ കാവാലം ഗ്രൂപ്പിലൊക്കെ തന്നെ പ്രവർത്തിച്ചു വച്ചിട്ടുള്ള ഒരു കലാകാരനുമാണ്. അദ്ദേഹം ചലച്ചിത്ര മേഖലകളിലേക്ക് പിന്നിലായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചത്. ഇപ്പോൾ ഒരു സംവിധായകനായിട്ട് അദ്ദേഹം പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് വളരെയധികം വലിയ ചിത്രങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെയധികം പ്രതിഭയുള്ള ഒരു സംവിധായകനാണ് ശ്രീ അജയ് ശിവറാം. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ആ പ്രതിഭ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്
ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അത് നിർമ്മാണ പ്രക്രിയ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് വന്നിട്ടുള്ള ശ്രീ അജിത് സർ, അദ്ദേഹത്തെയൊക്കെ അതുപോലെ ഇതിൽ പ്രവർത്തിച്ച മറ്റ് സാങ്കേതിക വിദഗ്ധർ, മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർ, ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർ, ഇവരൊക്കെ തന്നെ ആദരവോടുകൂടി ഈ അവാർഡ് ഞാൻ അവർക്ക് മുന്നിൽ വിനീതനായി സമർപ്പിക്കുകയാണ്.